Guys, welcome to my channel. So guys, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്ന എടിക്കലം കേവിലാണ്. അവിടെ ഇത്രയും നേരം 1 കിലോമീറ്ററോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും നേരം ഞങ്ങൾ ട്രക്ക് ചെയ്തുകൊണ്ട് വന്നേക്കുവാണ്. ഇനി 200 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 6000 വർഷം പഴക്കമുള്ളൊരു കേവാണെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. മാതിരി സെറ്റപ്പാണ് ഇവിടെ. ഓ മൈ ഗോഡ്, നല്ലോണം കയറാറുണ്ട്. ഇവിടെ ഫുള്ള് പാറകളാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ അത്രയും ദൂരം കയറണം. ഓ മൈ ഗോഡ്, ഇത് വലിയൊരു കയറ്റമായിരിക്കും മിക്കവാറും. ഇവിടൊക്കെ ഇനി അങ്ങോട്ട് കയറാറുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ മുന്നോട്ട് പോവാം. ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് എത്തുമ്പോൾ പ്രൊജക്റ്റഡ് മോണ്യുമെൻറ്റിൻ്റെ ഒരു സൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എൻ്റെ കൂടെ വന്ന അച്ഛനും അമ്മയും ചേട്ടനും ഇപ്പോൾ വരുന്നേ ഉള്ളൂ. നമുക്കപ്പോഴത്തേക്ക് മേളിൽ കയറി നിൽക്കാം. സോ ഇതിലൂടെയാണ് കയറിപ്പോണ്ടത്. ഗൈസ്, ഇതിലേ കൂടാണ് എത്തിയത്. ഫോട്ടോ എടുത്തേക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. റോഡ് കാണാം. ഓക്കെ, അതോ ഇങ്ങനത്തെ പ്രൊഹിബിഷൻസ് എനിക്കറിഞ്ഞൂടാ ബാക്കിയുള്ളതിന് എങ്ങനെ കയറുമെന്ന്. ഇത്ര നാരോ ഏരിയ ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ പ്രാചീന മനുഷ്യർ വരെ കയറിയത് എനിക്ക് ഡൗട്ടാണ്. ഇപ്പോൾ ഇത്രയും റോക്കിൻ്റെ അവിടെ നമുക്ക് എന്ത് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആൻഡ് ഇവിടെ ഗൈസ്, അങ്ങനെ ആദ്യത്തെ ആൾ കയറി വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത ആളും കയറി വരുന്നുണ്ട്. എടാ എങ്ങനെ ഉണ്ടാ? ഓക്കെ, ശരി, നമുക്ക് അകത്തോട്ടാണ് കയറേണ്ടത്. ഞാനത് കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ അകത്തോട്ട് കയറുകയാണ്. ഫുള്ള് പാറ വെച്ചാണ്. റീസെൻ്റ് ചെറുതായിട്ട് ട്രിപ്പായിരുന്നു ഗൈസ്. ഇവിടെ ഭയങ്കര തെന്നലുണ്ട് ഒരു കല്ലിൻ്റെ അവിടെ. നമുക്കിനി ബാക്കി കണ്ടിന്യൂ അകത്തോട്ട്. അപ്പോൾ സ്ലിപ്പായി വീരി ഈ കല്ലിലോട്ട് കയറുവാണെങ്കിൽ ഓക്കെ. നമ്മൾ അകത്ത് കയറി കഴിഞ്ഞ് ഇവിടെ കുറേ ഇതുണ്ട്. ഫുള്ള് തെന്നുന്ന ഏരിയയാണിത്. കല്ലൊക്കെ നല്ല സ്ലിപ്പറിയാണ്. ഇവിടെ ഇത്തിരി വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇത്തിരി ഒരു ഫോട്ടോ സെഷനാണ്, അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, സോ നമ്മളിവിടെ വന്നിരിക്കുന്നത് ചുമ്മാ പറയല്ലേ, ഈ റോക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലിപ്പറിയാണ്. ഈ മറ്റേ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കിവിടെ ഒന്നും പറ്റത്തില്ല, ചുമ്മാ പറയാം. പക്ഷേ നല്ലോണം പേർക്കാതുള്ളത്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത്തിരി ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ നമുക്ക് കാണാം. നമുക്ക് ഇത്തിരി ഇങ്ങനെ ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ട് പിന്നെയും കാണാം. ഓക്കെ, നമുക്ക് മേലോട്ട് കയറാം.
പിന്നെ മതി. ഗൈസ് നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി അടുത്തിത്തിരി കൂടെ പോകണ്ട്. കണ്ട നല്ല താഴ്ചയുണ്ട് ഇത്. നല്ല താഴ്ചയുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, വയനാട് ഫുള്ളി കാണാൻ പറ്റും. നല്ല മരനിരകളാണ്. ഒരു മേളിൽ ഇത്തിരിയും കൂടെ ഉള്ളു. നമുക്ക് അതും കൂടെ കണക്കാം. അടുത്ത സ്റ്റേജ് എത്തുമ്പോൾ ഇമാതിരി കാഴ്ചകളാണ്. ഇല്ല, ഇൻക്ലൂഡ് ഉണ്ട്. തളർന്നിരിക്കുന്ന അവസ്ഥ. ഓ മൈ ഗോഡ്, അവിടം വരെ സൂംഡാണിത്. അങ്ങ് അവിടം വരെ ഫുള്ള് സൂം ചെയ്ത് കാണിച്ചു തരാം. ശരിയാ ഗൈസ്, നമുക്ക് ഇനി മേളിൽ കയറിയിട്ട് കാണാം. ഇത്തിരി കൂടെ വണ്ടേ കയറുമ്പോൾ ഇതാണ് വ്യൂ, ഇജാതി സാധനം. നമ്മളിവിടെ എത്തിയിരുന്നു. ഞാൻ ഓ മൈ ഗോഡ്, നല്ല ഒരു വ്യൂ ആണ് ഇവിടുന്ന് വരുന്നത്. സീൻ വ്യൂ. എന്നിട്ട് നമുക്ക് അകത്തോട്ട് പോകാം. ഇതിലേക്കൊരു വഴിയുണ്ട്. ഇതിൽ നമുക്കിനി അകത്തോട്ട് പോകാം. ഓക്കെ, നല്ലോണം ഇറക്കമുണ്ട് ഇത്. എത്തുമ്പോൾ ഇമാതിരി ഒരു വ്യൂ ആയിരിക്കും വരുന്നത്. അവിടെ ഇത്ര ഒരു ഗ്യാപ്പ്, ഇങ്ങനെ റോക്കുകളൊക്കെ മൂടിയിരിക്കും. ഇമാതിരി നാച്ചുറൽസ് ആണ് എവിടെയും കിട്ടാൻ പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം.
ഫുൾ റോക്ക് ചെയ്തേക്കുന്നത്. ആ ഇതാണ് ഇവർ പറഞ്ഞ ആർട്ട്. ഞാൻ ഒരു ആർക്കിയോളജി ഒന്നും എനിക്കറിയാത്തതുകൊണ്ട് എനിക്കിൻ്റെ മീനിങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. പറഞ്ഞേക്കുക വ്ളോഗ് എൻ്റെ കൈക്കൊരവസ്ഥയായി. എന്നിട്ട് നമുക്ക് നേരെ എടുത്തു പോവാം. ഇതൊരു കയറാം. ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു 6000 വർഷം പഴക്കമുള്ള കല്ല്. ഈ കല്ലിൻ്റെ സമീപ പ്രദേശത്താണ് നമ്മുടെ പൂർവികർ ജീവിച്ചു ഇരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നത്. ആൻഡ് ഈ കാണുന്ന ഓരോ യു സീ ദിസ് ഡ്രോയിങ്സ് ആൻഡ് ഓൾ, ഇത് അവർ തന്നെ വരച്ചതാണ്. ഈ ഒരു ഡ്രോയിങ്സ് ഇവിടെ വരച്ചേക്കുന്നത് ഈ ഒരു കേവിനകത്ത് ഇതിന് 6000 വർഷത്തോളം പഴക്കമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ പൂർവികർ ഇവിടെ ജീവിച്ചിരുന്നു എന്ന ഉള്ളൊരു കാര്യം വരുന്നത്. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞതാണ്, അകത്തേക്ക് വഴിയുണ്ടെങ്കിൽ പുറത്തേക്കും വഴി കാണും. പക്ഷെ ആ വഴി ഇങ്ങനെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സീരിയസ്ലി ഗൈസ്, I didn't see this coming. ഇനി ഇതും പോണം. തിരിച്ചു വരുമ്പോൾ ഇമാതിരി സീൻസാണുള്ള. കാട്ടിക്കൂടാണ് എക്സിറ്റ്. റിയലി അൺഎക്സ്പെക്റ്റഡ്. ഇമാതിരി ഷോട്ട് പോയ ഓവർ കുലുക്കുണ്ട്. റിട്ടേൺ ട്രിപ്പ് ആണെങ്കിലും കാട്ടിലൂടെ ഉള്ളൊരു യാത്ര വളരെ അൺഎക്സ്പെക്റ്റഡ്, വളരെ വളരെ ത്രെട്ടനിങ് ആണെന്ന് ഞാൻ പറയത്തില്ല അത്ര. കാരണം ഇത്തിരി ഡേഞ്ചറാണ് കാട്ടിലൂടെ ഇറങ്ങി വരുന്നതും. പിന്നെ ഉള്ള ഫുള്ള് കാടാണ് ഇവിടെ കാട്ടിലൂടെ ഇറങ്ങി വരുന്നത്. പിന്നെ ഇതത്ര സ്റ്റേബിൾ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ചില ഭാഗങ്ങളൊക്കെ കുലുങ്ങുന്നുമുണ്ട്, നല്ലോണം കുലുങ്ങുന്നുമുണ്ട്. ഇത് കുലുങ്ങുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഫുൾ ബോഡി ബാലൻസ് ഇവിടെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ ഇതിൽ കൂടെ നടക്കുകയൊക്കെ ആണെങ്കിൽ നല്ലോണം പാടുപെടും. ചുമ്മാ പറയല്ല, നല്ലോണം പാടുവരുന്നല്ല, നല്ലോണം പാടാം. എൻ്റെ കാല് എൻ്റെ ജീവിതത്തിൽ ഇങ്ങോട്ടേക്ക് കയറി വരത്തില്ലെന്നും ഇത്രയും ട്രക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് കയറി വരത്തില്ലെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ ബ്ലോഗ് എൻഡ് ചെയ്യുന്നു. ബൈ.